അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും നമുക്ക് പറയാമായിരുന്നു, എനിക്കങ്ങനെ നല്ല ഉറക്കം കിട്ടി, പക്ഷെ നല്ലോണം ബോധ്യം ചെയ്യുന്നു. ഇങ്ങനെ ഉറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന്. അങ്ങനെ അയാൾ ഉറങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഉറക്കത്തിൽ അയാൾക്ക് ഒന്നിനെക്കുറിച്ചൊരു അറിവില്ല. പക്ഷെ ഒരറിവ് അപ്പോഴുമുണ്ട്. ഏതറിവ്? വളരെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒരു അറിവുണ്ട്. ഏതറിവ്? എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു അറിവുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? ഇതാര് തന്നു? അറിയാൻ മനസ്സില്ല ഉണ്ടോ? മറ്റു വസ്തുക്കളെയൊക്കെ അറിയാൻ നമുക്ക് വസ്തുക്കൾ വേണം, എന്നാൽ മനസ്സും വേണം. അപ്പോൾ ഈ അറിവ് എവിടുന്ന് കിട്ടി? ഈ അറിവിൻ്റെ ഉറവിടം എവിടെയാണ്? ഈ അറിവിൻ്റെ ആശ്രയം എവിടെയാണ്? ഇതെവിടുന്ന് വരുന്നു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ്. നാരായണ ഗുരുദേവൻ പറയും, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ, അറിവ് എന്നുള്ളൊരു കൃതിയിൽ നോക്കിയപ്പോൾ കാണുന്ന ഒരു ശ്ലോകമാണിത്. അറിയും മുൻപ് ഏത്, എന്നാൽ അറിവല്ലാതെ ഒന്നുമെങ്ങിരിപ്പീലാം. അറിവറ്റതിനു ഏതതിരുണ്ട്, അറിവെന്നാലൊന്നുമിങ്ങ് കാൺമീല. അറിയും മുൻപ് ഏത്. ഈ ലോകം മുഴുവൻ നമ്മൾ അറിയുന്നത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ മനസ്സും ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഈവൻ കണ്ണ് കാണാത്തവനും ചെവി കേൾക്കാത്തവനും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ചിലതെല്ലാം ഗ്രഹിക്കാൻ അവൻ്റെ മനസ്സിന് സാധിക്കുന്നത്, ഈ ലോകത്തെ മുഴുവൻ അറിയാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമുണ്ട്. ഓരോ മേഖലയിൽ ഓരോരുത്തർക്കുമുള്ള അറിവ്, ഒരു ഡോക്ടർക്കുള്ള അറിവ്, ഒരു ലോയർക്കുള്ള അറിവ്, ഒരു എഞ്ചിനീയർക്കുള്ള അറിവ്, ഒരു അക്കൗണ്ടന്റിനുള്ള അറിവ്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, മൊത്തം മനസ്സിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവെല്ലാം ഹ്യൂമൻ ബ്രെയിൻ സിസ്റ്റത്തിനുണ്ട്, ഉണ്ടല്ലോ. ഒരുപക്ഷെ മുഴുവൻ അറിയാൻ സാധിച്ചു എന്ന് വരില്ല, എന്നാലും കുറേയൊക്കെ അറിയാനുള്ള കഴിവ് അവനുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ അറിവിന്റെ അടിസ്ഥാനം, ഉറവിടം ഏതാണ്? എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും അല്ലെങ്കിൽ ബ്രെയിൻ നമ്മൾ പറയുന്ന സാധനം. ഇനി അത് ഉറങ്ങിക്കിടന്നാൽ, അത് നിശ്ചലമായാൽ, അത് ഉറങ്ങിക്കിടക്കുന്നു, ഒന്നും എനിക്ക് അറിയില്ല എന്നുള്ളൊരറിവോ, അതെവിടുന്ന് വന്നു? അത് വന്നിരിക്കുന്നത് മനസ്സിൽ നിന്നല്ല, ബ്രെയിനിൽ നിന്നല്ല, അത് വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിലാണ്. അതിനെയാണ് നമ്മുടെ പൂർവികന്മാർ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ രണ്ട് ജ്ഞാനവും, ഒന്ന് മനസ്സുകൊണ്ട് അറിയുന്നതും, രണ്ട് മനസ്സിനെ അറിയുന്നതും, പ്രവർത്തിക്കാത്തൊരു മനസ്സിനെ അറിയുന്നതും, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ അറിയാനും സാധിക്കും. ലോകത്തിൻ്റെ കൂടെ ആരെയും അറിയാൻ സാധിക്കും? എപ്പോഴും കൂടെയുള്ളൊരു ഭഗവാനെയും കൂടെ അറിയാൻ സാധിക്കും. ഇത് രണ്ടും അറിഞ്ഞതുകൊണ്ട് എന്താ സ്വാമി ഒരു പ്രയോജനമുള്ളത്? ലോകത്തെ വിടേണ്ടതാണ്, മറ്റേ അറിവിനെ പിടിക്കേണ്ടതാണ്, ആശ്രയിക്കേണ്ടതാണ്. അതെന്തിനാ സ്വാമി? കാരണം നമ്മുടെ കൂടെ ലോകത്തിലൊരറിവും നമ്മുടെ കൂടെ വരുന്നില്ല. നമ്മുടെ മനസ്സ് ഏതറിവിൻ്റെ കൂടെ പോകണം? മനസ്സിനെ പോലും നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഭഗവത് ചൈതന്യത്തിൻ്റെ കൂടെ പോകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ക്രമേണ ആരുടെ കൂടെ അടുപ്പിക്കണം? ഭഗവാന്റെ കൂടെ അടുപ്പിക്കണം. അപ്പം ലോകത്തോടടുത്ത മനസ്സിനെ ഈശ്വരനോട് അടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം അതിൻ്റെ വഴിക്ക് പോയിക്കോളും, മനസ്സോ ഭഗവാനിലേക്കും തിരിഞ്ഞുകൊള്ളും. ക്ലിയർ ആണോ? അപ്പോൾ പറയാണ്, എന്തുകൊണ്ട് മനസ്സ് അതിൻ്റെ വഴിക്ക് തിരിയുന്നില്ല, ഭഗവാന്റെ വഴിക്ക് താനെ തിരിയുന്നില്ല? കാരണം മനസ്സിനെ പിടിച്ചു നിർത്താൻ വേറൊരു ശക്തി കൂടെയുണ്ട്. അതാണ് മായ എന്ന് പറയുന്നത്. അപ്പം മായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും എല്ലാ അറിവുകളും നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന, എല്ലാറ്റിനും കാരണഭൂതനായ ഭഗവാനെ നമുക്ക് ബോധിപ്പിച്ചു തരുന്നില്ല. കൂടെ ഭഗവാനുണ്ട് എന്നല്ല ഉറപ്പിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന ആളുകളും വസ്തുക്കളും ഈ ശരീരവുമാണ് കൂടെയുള്ളത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ മനസ്സിനെയാണ്, അവിവേക മനസ്സിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നും മനസ്സിനെ ഉയർത്തേണ്ടതുണ്ട്. അതെങ്ങനെ ഉയർത്താൻ സാധിക്കും? അതിന് നമ്മളെ വേദവ്യാസ മഹർഷി പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സിലബസ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. പറഞ്ഞു, ഇതിന് കുറച്ചൊരു പ്രക്രിയ ആവശ്യമുണ്ട്, പെട്ടെന്നത് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ക്രമേണ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറഞ്ഞതുപോലെ ക്രമേണ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ മനസ്സിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാം.
അതേതാണ് സിലബസ്? അതാണ് 10ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ചതുശ്ലോകി ഭാഗവതത്തെ ഇവിടുന്ന് അങ്ങോട്ട് വിപുലീകരിക്കുകയാണ്. വേദവ്യാസ മഹർഷി വളരെ ഒരു സയൻറ്റിഫിക് മനസ്സുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഹ്യൂമൻ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കണമെങ്കിൽ അവർക്ക് ഓരോന്നിനെക്കുറിച്ചും വളരെ വ്യക്തമായൊരു അറിവ് കൊടുത്ത് അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും അവരെ മനസ്സിനെ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ആ മനസ്സിനെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രക്രിയ ഇതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു വീട് കൺസ്ട്രക്ഷൻ തന്നെ നോക്കുക നമ്മൾ. ഇപ്പോൾ വീട് കൺസ്ട്രക്ഷന് നമുക്കറിയാം പണം വേണം, സ്ഥലം വേണം, അതിനെ പറ്റിയ വർക്ക് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം, പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയ ആളുകൾ വേണം, ഇല്ലേ? പല ആളുകളും ഒത്തുചേർന്നുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണോ മനസ്സിനുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങളെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള പരിഹരിക്കാനുള്ളൊരു മാർഗം നമ്മൾ നേടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിൽ നിന്നും മനസ്സിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു വിശദമായിട്ട് വിപുലമായിട്ടൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പഠന രീതി വേദവ്യാസ മഹർഷി കണ്ടെത്തി. ഇതിനെയാണ് പുരാണ രീതികൾ എന്ന് പറയാൻ. ഒരു പുരാണം പരിപൂർണമാവണമെങ്കിൽ അതിന് 10 ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നാണ്. ആ 10 ലക്ഷണങ്ങളാണ് 10ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കുന്നത്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോധയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനർത്ഥേന ചാഞ്ചസാം. ഭാഗവതത്തിൽ 10 ലക്ഷണങ്ങളുണ്ട്. അതായത് 10 സിലബസ് ഉണ്ടെന്ന് വെച്ചോളൂ. 10 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഏതൊക്കെയാണ് ആ 10 സ്റ്റെപ്പുകൾ? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊധയ, മന്വന്തരം, ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം. ഇതെന്തിനാ അങ്ങനെ പഠിച്ചു വയ്ക്കണേ? ഇങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കണം. അങ്ങനെ നമ്മൾ ഭാഗവതം കേൾക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ഭാഗവതത്തിൽ ഓരോ കഥയും പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ലക്ഷണമുണ്ട്. ആ ലക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാനാണ് ആ പർട്ടിക്കുലർ ടോപ്പിക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കഥയും കഥയ്ക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ടോപ്പിക്ക് വെച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശദമാക്കി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 10 ടോപ്പിക്കുകൾ. ഏതെല്ലാം? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊധയ, മന്വന്തരം, ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം. എത്രണ്ണായി? 10 എണ്ണായി. 10 ലക്ഷണങ്ങളുള്ള ഒരു മഹാപുരാണമാണ് ശ്രീമൽ ഭാഗവതം. എന്തിനാ ഈ 10 എണ്ണം പറഞ്ഞിരിക്കുന്നത്? ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഉറവിടത്തിലേക്ക് നമ്മളെ മനസ്സിനെ എത്തിക്കണം. അതിന് ഉറവിടത്തിലേക്ക് എത്താനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ഇപ്പം ഏതൊക്കെ തടസ്സങ്ങളാണ് നമ്മളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ അറിയണം. ആ തടസ്സങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ എവിടെ എത്തിച്ചേർക്കണം? എവിടെ നിന്നാണോ മനസ്സ് പുറപ്പെട്ടിരിക്കുന്നത് ആ ഉറവിടത്തിലേക്ക്. അതല്ലേ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മാർഗം അല്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെ തന്നെയല്ലേ അതിൻ്റെ സയൻറ്റിഫിക് രീതി എന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ഒരു 10 ലക്ഷണങ്ങൾ. എന്നിട്ട് പറയുന്നു, ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേന അർത്ഥേന ച അഞ്ചസ. ദശമസ്യ, ഇതിൽ 10ാമത്തത് വിശുദ്ധ്യർത്ഥം. 10ാമത്തത് നമ്മളെ വിശുദ്ധരാക്കുന്ന. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ, സ്വാമി നമ്മളതിൽ വിശുദ്ധരില്ലല്ലോ. ഇവിടെ വിശുദ്ധരാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ പരിപൂർണമായി അവിവേകത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ശുദ്ധീകരിച്ച് എവിടെ എത്തിച്ചു? എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. അപ്പോൾ 10ാമത്തത് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. ആ 10ാമത്തത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെങ്കിൽ 9 എണ്ണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള നവാനാമിഹ ലക്ഷണം മാർഗങ്ങളാണ്. 9 എണ്ണം മാർഗങ്ങളും 10ാമത്തത് ലക്ഷ്യവുമാണ്. ഇത് ശ്രുതേന വേദതത്വങ്ങളെ കൊണ്ടും അർത്ഥേന, അർത്ഥം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെയും ഭഗവാന്റെ അവതാരലീലകളെ കൊണ്ടും ഇത് പറഞ്ഞിരിക്കുന്നു. ഭാഗവതത്തെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണേ. ശ്രുതേന, ഇതിൽ വേദതത്വങ്ങളാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദതത്വം. വേദതത്വം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പരമസത്യങ്ങളെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ആളുകളുടെ അനുഭവത്തെയാണ് വേദം എന്ന് പറയുക. വേദം എന്ന് പറഞ്ഞാൽ മന്ത്രം, നല്ല അർത്ഥം. ജീവിതത്തിൻ്റെ പരമസത്യം
അറിഞ്ഞ് സാക്ഷാത്കരിച്ച ആളുകളുടെ അനുഭവമാണ് വേദമെങ്കിൽ ആ വേദങ്ങളെ കൊണ്ടും വേദതത്വങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ അർത്ഥേന എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഭക്തന്മാരുടെ അവതാരമൂർത്തികളുടെ ഉപദേശങ്ങളെ കൊണ്ടും കഥകളെ കൊണ്ടും ഈ കാര്യം വർണ്ണിച്ചിരിക്കുന്നു. ഏത് കാര്യം? 9 ലക്ഷണങ്ങളും 10ാമത്തെ ലക്ഷ്യവും. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭാഗവതത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് ഏതാണ്? സർഗം. എന്താ സർഗം എന്ന് പറഞ്ഞാൽ? സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നർത്ഥം. സൃഷ്ടി ഋഷീശ്വരന്മാർ പറയുന്നു ഇവിടെ 2 തരം സൃഷ്ടികളാണുള്ളത്. ഒന്നാമത്തെ സൃഷ്ടിയെ പറയും സമഷ്ടി എന്നും രണ്ടാമത്തതിനെ പറയും വെഷ്ടി എന്നും. എന്താ മനസ്സിലായില്ലേ സ്വാമി? സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ മൈൻഡിൻ്റെ സൃഷ്ടി, അല്ലെങ്കിൽ ടോട്ടൽ മൈൻഡിൻ്റെ സൃഷ്ടി. വെഷ്ടി എന്ന് പറഞ്ഞാലോ ഇൻഡിവിജ്വൽ മൈൻഡിൻ്റെ സൃഷ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സപ്താഹം നടക്കുന്നു. ഇതൊരു വ്യക്തിയുടെ മനസ്സിൻ്റെ സൃഷ്ടിയല്ല, ആണോ? ഒരു ടോട്ടൽ മൈൻഡിൻ്റെ, കുറേ ആളുകളുടെ, ഒരു സമാജത്തിൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണത്. ഇതുപോലെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കണോ? എറണാകുളത്ത് അപ്പൻ്റെ അമ്പലത്തിൽ ഉത്സവം നടക്കണോ? ഒരു വ്യക്തിയുടെ സൃഷ്ടിയാണോ അത്? ആണോ? ടോട്ടൽ മൈൻഡിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണത്. അപ്പം ഇവിടെ 2 തരം സൃഷ്ടിയുണ്ട്. ഒന്ന് സമഷ്ടിയാണ്, ഒന്ന് വെഷ്ടിയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നാം ഈ ശരീരമെടുത്ത് വരുന്നതിന് മുമ്പ് ഇവിടെ ഭൂമിയുണ്ട്, ആകാശമുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്. അപ്പം നമ്മുടെ ശരീരം വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതാര് സൃഷ്ടിച്ചു? ഇതാര് സൃഷ്ടിച്ചു? ചോദ്യം തന്നെയാണ്. നമ്മളല്ല സ്വാമി. ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, ആരാണ് രാമായണം എഴുതിയതെന്ന്. ഇവിടെ കുട്ടി ചാടി പറഞ്ഞു, ടീച്ചർ ഞാനല്ല അത് എഴുതിയതെന്ന്. പിന്നെ കഴിഞ്ഞില്ലേ പ്രശ്നം? കേട്ടിട്ടുണ്ടാവും വളരെ രസകരമായൊരു കഥ. ഒരു അധ്യാപകന് ഉണ്ടായൊരു അനുഭവം. അദ്ദേഹം രാമായണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾക്ക്, 7ലോ 8ലോ. അവിടെ ഒരു AEO ഇൻസ്പെക്ഷന് വന്നു എന്നാണ്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഒരു നമ്പൂതിരി, രാമായണത്തിലേറെ കമ്പമുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്ലാസ്സിൽ കയറിയപ്പോൾ അധ്യാപകൻ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടാണ് രാമായണം പറയുന്നത്. കുട്ടികൾ കണ്ണടച്ചിട്ടാണ് കേൾക്കുന്നത്. എന്താണ് അത്രേ കാരണം? കേൾക്കുന്ന കുട്ടികളും ഭൂരിപക്ഷ ആളുകളും 3 കൊല്ലം അതേ ക്ലാസ്സിലിരുന്ന് രാമായണം കേൾക്കുന്നുണ്ട്. പറയുന്ന അധ്യാപകൻ 3 കൊല്ലമായിട്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. അതുകൊണ്ട് കേൾക്കുന്ന കുട്ടികൾക്കും ബൈഹാർട്ടാണ്, പറയുന്ന ആൾക്കും ബൈഹാർട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ആവേശം തോന്നി. ഇദ്ദേഹം അധ്യാപകനോട് ചോദിച്ചു, കുട്ടികൾ എത്ര ഉഷാറായിട്ടാണ് കേട്ടിരിക്കുന്നത്, ഇവരൊക്കെ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ടോ മാഷേ എന്ന് ചോദിച്ചു. പിന്നെ 3 കൊല്ലമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് അവർ. ഇനി എന്താ ഉൾക്കൊള്ളാൻ ബാക്കി ഉണ്ടാവുക അതിൽ? എവിടെ നിന്ന് എന്ത് ചോദിച്ചാൽ അവരൊക്കെ എന്താണ് തത്ത പോലെ ഉത്തരം പറയുന്ന. ഓഹോ അങ്ങനെ ഉത്തരം പറയും അവർ. എനിക്ക് നല്ല ഉറപ്പുണ്ടോ? പിന്നെ എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ക്ലാസ്സിൽ പൊതുവെ ഗവൺമെൻറ് സ്കൂളിൽ പുറകിലിരിക്കുന്ന വില്ലന്മാരായിരിക്കും. അതിൽ പുറകിലുള്ള ഒരുത്തനോട് ചോദിച്ചു, പേരെന്താ? രാജേഷ് രാമായണമൊക്കെ നന്നായിട്ട് അറിയോ? ഏറെക്കുറെയൊക്കെ അറിയാം സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ശങ്കരൻ്റെ വില്ലാരാ ഒടിച്ചതെന്ന് ചോദിച്ചു. ഉടനെ അവൻ്റെ കണ്ണും മുഖമൊക്കെ കണ്ട് മാറി, സാർ ഇവിടെ എന്ത് പൊട്ടിച്ചാലും എനിക്കാ കുറ്റം, ഇതിലെന്നെ കുറ്റം പറയരുത് സാർ. കഴിഞ്ഞ ആഴ്ച ഒഴിച്ച ഒരുത്തൻ്റെ പെന്നൊടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കാ ചീത്ത വന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഉടച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ എനിക്കാണ്. ഇവിടെ എന്ത് കുരുത്തക്കേട് കണ്ടാലും നിങ്ങൾ എന്നെയാണോ ചീത്ത പറയാനുള്ളത്? വേറെ ആരും ഇല്ല ഈ ക്ലാസ്സിൽ, ഞാൻ മാത്രമേ ഒരു കുരുത്തം കേട്ടവൻ. ഞാൻ ഇടയ്ക്കൊരു കുരുത്തക്കേട് ഒപ്പിക്കാറുണ്ടെന്ന് വെച്ചിട്ട് എന്നും ഞാനത് തന്നെ ചെയ്യുമോ? കുട്ടികളുടെ ഭയങ്കര ദേഷ്യം കാണിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ മാഷേ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അധ്യാപകൻ പറയാണ്, ഇവൻ ഇങ്ങനെ നിഷേധിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നി ഇത് ഇവൻ തന്നെ ഉടച്ചിട്ടുണ്ടാവുക എന്ന്. അല്ലെങ്കിൽ ഇവൻ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടല്ലോ, അവന് സത്യം പറഞ്ഞാൽ പോരെ. എനിക്ക് തോന്നുന്നു ഇത് ഇവൻ തന്നെയാണ് പൊട്ടിച്ചിട്ടുണ്ടാവുക എന്ന്. ഇതും കൂടി കേട്ടപ്പോഴേക്കും നമ്മുടെ നമ്പൂരി മാഷ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അതേ ഓടി ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് എന്നാണ്. ഹെഡ് മാസ്റ്ററോട് ചെയ്യും, എന്താ മാഷെ കാണുന്നത്, നിങ്ങളുടെ വിദ്യാലയത്തിൽ ഇങ്ങനെയാണോ, കോലത്തിലാണോ പഠിക്കുന്നത്? വെറുതെ എല്ലാവരും 3 വർഷം അവിടെ ഇരുന്ന് പോയത്. എന്താ നിങ്ങളൊക്കെ ഉത്തരവാദിത്വം കാണിക്കുന്നത്? ദേഷ്യപ്പെട്ടു. എന്താ പറയൂ, നിങ്ങൾ എന്താ പറയൂ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ദേ ക്ലാസ്സിൽ ചെന്നപ്പോൾ രാമായണം പഠിപ്പിക്കണോ, ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ആരാ ശങ്കരൻ്റെ വില്ലൊടിച്ചു ചോദിച്ചപ്പോൾ ഒരു കുട്ടി ചാടിക്കറി എന്നോട് പറയാണ്, ഞാനല്ല ഉടച്ചത്, ഇവിടുന്ന് എന്തുടച്ചാലും പൊട്ടിച്ചാലും എന്നെയാണ് കുറ്റം പറയുക, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ മാഷോട് ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ മാഷ് പറയാണ്, ഇതോ അവൻ തന്നെ എനിക്കും പൊട്ടിച്ചിട്ടുണ്ടാവുക. ഇതെന്താ നിങ്ങളുടെയൊക്കെ വിദ്യാലയത്തിൽ നടക്കണത്?
ഉടനെ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഈ വിദ്യാലയം അടച്ചിടുന്നത്. എന്നിട്ട് ഈ കുട്ടികൾ വിളിക്കുന്ന തെറി കേട്ടാലുണ്ടല്ലോ റോട്ടിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊരു വിദ്യാലയത്തിൽ ഇങ്ങനെ കുട്ടികളുണ്ടല്ലോ തോന്നിപ്പോവും. ചിലപ്പോൾ തോന്നും പണി തന്നെ വേണ്ടി വീട്ടിൽ പോയിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു സമരം ഉണ്ടാക്കാൻ അങ്ങ് വഴിവരിക്കരുത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എത്ര വെച്ചാൽ കാശ് തരാം, ഒരു ബില്ലുണ്ടാക്കി വെച്ചോളൂ എന്ന്. ഞാൻ അതിൻ്റെ പേരിൽ വിദ്യാലയം അടച്ചിടാനുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. കഴിഞ്ഞില്ലേ? സംഗതി റെഡിയില്ലേ? ഇതാണ്. അപ്പോൾ ഈ കഥകളും ഈ തത്വങ്ങളും ഒക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യത്തെ പറയാനുണ്ട്. അപ്പം നമ്മൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആര് ഭൂമി സൃഷ്ടിച്ചു, ആര് വെള്ളം സൃഷ്ടിച്ചു, ആര് അഗ്നി സൃഷ്ടിച്ചു, ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഏത് സൃഷ്ടിയുടെ പിന്നിലും ഒരു ഇച്ഛയുണ്ട്. ഉപനിഷത്തിൽ പറയുന്നത് സ ഐച്ഛത ബഹുസ്യാം പ്രജായേതി, പല പ്രജകളുണ്ടാവട്ടെ എന്ന് അവൻ ഇച്ഛിച്ചു. ഇച്ഛ വരണമെങ്കിൽ എന്ത് വരണം? ഒരു ചിന്തയിലൂടെയല്ലേ സാധിക്കുള്ളൂ, ഒരു മനസ്സിലൂടെയല്ലേ സാധിക്കുള്ളൂ, ആണോ അല്ലയോ?